BBC വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ, കൊല്ലം. KG's ജ്വല്ലറി, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. പറയഞ്ചാലിൽ ജ്വല്ലേഴ്സ്, ജ്യോതി ബസാർ, തൊടുപുഴ. ഫോൺ 222401. ലൂണാർസ് പാദங்களுக்கு മുണ്ട് ആസை. Chamakalaya, the favorite silks. Monarch Furniture near Hotel Lambadi, Rotary Junction, Todupuzha. Be different with desire. Desire. Colorical Bazaar near Private Bus Stand, Todupuzha. Royal, the complete family shopping near Private Bus Stand, Todupuzha. Bayamurman, Newman College Road, Todupuzha. Phone 944722 792 9895423129 04862 224248. നൂതന യന്ത്ര സംവിധാനത്തോടെയുള്ള കണ്ണുപരിശോധന. മംഗലത്ത് ഒപ്റ്റിക്കൽസ്, പുളിമൂട്ടിൽ പ്ലാസ, പാലാ റോഡ്, തൊടുപുഴ. നീതി ഡയഗ്നോസ്റ്റിക് സെന്റർ, ഭീമ ജംഗ്ഷൻ, തൊടുപുഴ. JJ Square, കരിമണ്ണൂർ. രക്തപരിശോധന ഇനി നീതി ഡയഗ്നോസ്റ്റിക് സെന്ററിൽ. പുഷ്പ ഹെവി ഡ്രൈവിംഗ് സ്കൂൾ, തൊടുപുഴ. ഫോൺ നമ്പർ 8606025628. Hedge Wealth Management Services. K. Purushothaman and Sons, Golden Jewelry, Telephone Exchange Junction, Todupuzha. Banaras Utsav by Kalyan Silks. ഫർണിച്ചറുകളുടെ വിപുലവും വിശാലവുമായ ഷോറൂം പാണംകാട് ഏജൻസീസ് ആൻഡ് പാണംകാട് ഫർണിച്ചർ വേൾഡ് നിയർ KSRTC ബസ് സ്റ്റേഷൻ, തൊടുപുഴ. KP Worki and Sons, Kaganad Jewelers, Todupuzha, Kattapana, Perumbavoor, Kodamangalam, Adimali. Kerala State Legal Metrology License and Technician സഹകരണ സംഘം, HO, തൊടുപുഴ. മറ്റൊന്നും ഇല്ലാതല്ല, മറ്റേതും ഇതുപോലാവില്ല. സ്പെൻടെക്സ്. IDCB. Let your deposits grow safe. നമസ്കാരം, BBC ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ജനസമ്പർക്ക പരിപാടിയുടെ ഭാഗമായി തൊടുപുഴ താലൂക്കിൽ അപേക്ഷ നൽകിയ 538 പേർക്കുള്ള ചികിത്സാ ധനസഹായം ജലവിഭവ വകുപ്പ് മന്ത്രി PJ ജോസഫ് വിതരണം ചെയ്തു. മുട്ടം പോലീസ് സ്റ്റേഷൻ യാഥാർത്ഥ്യമാകുന്നു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പോലീസ് സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്യും. മുതലക്കുളം ജയ്ഹിന്ദ് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ നിറവ് 2016 പരിപാടിയുടെ സാംസ്കാരിക ഘോഷയാത്ര നടന്നു. തൊടുപുഴ സർക്കിൾ ഇൻസ്പെക്ടർ ജിൽസൺ ജോസഫ് ഫ്ളാഗ് ഓഫ് ചെയ്തു. കേരള പോലീസ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റി യൂണിറ്റ് യോഗവും കുടുംബ സഹായനിധി വിതരണവും നടന്നു. അഡ്വക്കേറ്റ് ജോയിസ് ജോർജ് MP ഉദ്ഘാടനം ചെയ്തു. മുതലക്കുളം ജയ്ഹിന്ദ് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ നിറവ് 2016 പരിപാടിയുടെ സാംസ്കാരിക ഘോഷയാത്ര നടന്നു. തൊടുപുഴ സർക്കിൾ ഇൻസ്പെക്ടർ ജിൽസൺ ജോസഫ് ഫ്ളാഗ് ഓഫ് ചെയ്തു. ചില ദൃശ്യങ്ങളും വിപുലമായ സന്നാഹത്തോടെ ഉള്ള ഈ ഘോഷയാത്രയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇതിന്റെ ഭാരവാഹികളെ ഇത്രയും വിപുലമായ ഒരു പരിപാടി സംഘടിപ്പിച്ചതിന് പ്രത്യേകം അഭിനന്ദിക്കുന്നു. തുടർന്ന് സാംസ്കാരിക സമ്മേളനം മന്ത്രി PJ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ജയ്ഹിന്ദ് ലൈബ്രറി പ്രസിഡന്റ് KC സുരേന്ദ്രൻ, സെക്രട്ടറി ഷാജു പോൾ, KM ബാബു, TM സലീം, ജോർജ് അഗസ്റ്റിൻ, CK ജാഫർ, ഷെർലി പ്രകാശ്, അജയ് തോമസ് എന്നിവർ പ്രസംഗിച്ചു. ഏഷ്യാനെറ്റ് സെൽമി ദി ആൻസർ വിജയ്, തൊണ്ടിക്കുഴ ഗവൺമെന്റ് UP സ്കൂൾ വിദ്യാർത്ഥി അൽഫിദ് K ഖാദറിനും ലൈബ്രറിയുടെ സ്വാശ്രയ സംഘങ്ങളിൽ 1 ലക്ഷം രൂപ പിന്നിട്ട അംഗങ്ങൾക്കും ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു.
ജനസമ്പർക്ക പരിപാടിയുടെ ഭാഗമായി തൊടുപുഴ താലൂക്കിൽ അപേക്ഷ നൽകിയ 538 പേർക്കുള്ള ചികിത്സാ ധനസഹായം ജലവിഭവ വകുപ്പ് മന്ത്രി PJ ജോസഫ് വിതരണം ചെയ്തു. തൊടുപുഴ താലൂക്കിൽ ശേഷിക്കുന്ന അപേക്ഷകർക്ക് ചികിത്സാ ധനസഹായമായി 15 ലക്ഷം രൂപ കൂടി സർക്കാർ അനുവദിച്ചിട്ടുണ്ടെന്ന് മന്ത്രി PJ ജോസഫ് പറഞ്ഞു. തൊടുപുഴ മുനിസിപ്പൽ ടൗൺ ഹാളിൽ ജനസമ്പർക്ക പരിപാടിയുടെ ഭാഗമായി അനുവദിച്ച ചികിത്സാ ധനസഹായ വിതരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യോഗത്തിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ സഫിയ ജബാർ അധ്യക്ഷത വഹിച്ചു. മുനിസിപ്പൽ വൈസ് ചെയർമാൻ TK സുധാകരൻ നായർ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ബിന്ദു സജീവ്, ലത്തീഫ് മുഹമ്മദ്, നിസാർ പഴേരി, മിനു ബിജു, സ്പൈസസ് ബോർഡ് അംഗം റോയി K പൗലോസ്, തഹസിൽദാർ TJ സുരേന്ദ്രൻ, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, രാഷ്ട്രീയ സാമൂഹിക മേഖലകളിലെ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള പോലീസ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റി യൂണിറ്റ് യോഗവും കുടുംബസഹായ നിധി വിതരണവും നടന്നു. അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് MP ഉദ്ഘാടനം ചെയ്തു. കുടുംബസഹായ നിധി വിതരണം ഇടുക്കി ജില്ലാ പോലീസ് മേധാവി KV ജോസഫ് നിർവഹിച്ചു. തൊടുപുഴ വിജിലൻസ് യൂണിറ്റിൽ ഡ്രൈവറായിരുന്ന അകാലത്തിൽ വിട്ടുപിരിഞ്ഞ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ രാജു മോഹനന്റെ അനുസ്മരണവും കുടുംബസഹായ വിതരണവുമാണ് നടന്നത്. KP അനിൽ, R ബൈജു, ജോൺസൺ ജോസഫ്, AG ലാൽ, ER ശശിധരൻ, KK ജോസ്, KV രാജു, ഷാജു ജോസ്, ജിൽസൺ മാത്യു, ജീമോൻ അഗസ്റ്റിൻ, V വിനോദ് കുമാർ, ബിജു കുര്യൻ, TN സുനിൽ, സനൽ ചക്രപാണി എന്നിവർ പ്രസംഗിച്ചു. മറ്റ് തൊഴിൽ വിഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സേനാ അംഗങ്ങൾ, അത് സായുധ സേനയാണെങ്കിലും പോലീസ് സേനയാണെങ്കിലും ഒക്കെ അതിനെ വളരെ വ്യത്യസ്തമായിട്ടാണ് കാണുക. അങ്ങനെയുള്ള സേനകളിൽ ഡിസിപ്ലിനാണ് ഏറ്റവും പ്രധാനമായി പറയുന്ന ഒന്ന്. അങ്ങനെയൊക്കെയാണെങ്കിലും കേരള പോലീസ് അസോസിയേഷൻ അതിന്റെ രാഷ്ട്രീയ അഫിലിയേഷനെ സംബന്ധിച്ചുമൊക്കെ തർക്കങ്ങൾ നിലനിൽക്കുമ്പോഴും വളരെ നന്നായി സംഘടിതമായി നിൽക്കുകയും പോലീസ് സേനയിലെ അംഗങ്ങളുടെ ആവശ്യങ്ങളും അവകാശങ്ങളും നേടിയെടുക്കുന്നതിനുമൊക്കെയായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും നല്ല പ്രവർത്തനമാണ് നടത്തുന്നത്. അതിന്റെ ഒരു ഉദാഹരണമാണ് ഇന്നിവിടെ സംഘടിപ്പിക്കുന്ന ഈ ചടങ്ങ്. അപ്പോൾ തൊഴിൽ മേഖലയിൽ നമ്മൾ നേരിടുന്ന പ്രതിസന്ധികളെ പരിഹരിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുമ്പോൾ തന്നെ ആ പ്രതിസന്ധികൾക്ക് വിവിധ സ്വഭാവങ്ങൾ ഉണ്ടാവും. ഒന്ന് നമ്മുടെ വേതന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ട്, അതുപോലെ ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ട്, അത് റിട്ടയർമെന്റിന് ശേഷം ലഭിക്കുന്ന ആനുകൂല്യങ്ങളുമായി ബന്ധപ്പെട്ട്, തൊഴിൽ സ്ഥലത്തെ സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട്, തൊഴിൽ സ്ഥലത്തെ നമുക്ക് കിട്ടുന്ന പരിഗണന അല്ലെങ്കിൽ ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട്, അങ്ങനെ ഒട്ടനവധി വിഷയങ്ങളെ സംബന്ധിച്ച് എല്ലാ സംഘടനകളും, പ്രത്യേകിച്ച് പോലീസ് സേനയിലെ കേരള പോലീസ് അസോസിയേഷൻ പ്രവർത്തിക്കേണ്ടി വരുന്നുണ്ട്, ഇടപെടേണ്ടി വരുന്നു. തൊടുപുഴ നഗരസഭ 14-ാം വാർഡ് കൗൺസിലറും പട്ടികജാതിക്കാരനുമായ TK അനിൽകുമാറിനെ വാർഡ് സഭയിൽ വെച്ച് അകാരണമായി മർദ്ദിക്കുകയും ജാതിപ്പേര് വിളിച്ച് ആക്ഷേപിക്കുകയും ജനമധ്യത്തിൽ വെച്ച് ഉടുതുണി ഉരിഞ്ഞ് അധിക്ഷേപിക്കുകയും ചെയ്ത ഉണ്ടപ്ലാവിലെ DYFI പ്രവർത്തകർക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കണമെന്ന് UDF തൊടുപുഴ നിയോജക മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. UDF നിയോജക മണ്ഡലം ചെയർമാൻ മുഹമ്മദ് വെട്ടിക്കൽ, കൺവീനർ ജോൺ നെടിയപാല എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഒരാഴ്ച കഴിഞ്ഞിട്ട് പോലും തൊടുപുഴ പോലീസിനെ പ്രതികളെ പിടിക്കുവാനുള്ള കഴിഞ്ഞിട്ടില്ല നാളിതുവരെയും. അതുകൊണ്ട് തന്നെ ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്.
അതുപോലെ തന്നെ വീണ്ടും മറ്റൊരു ഇതുമായി ചെയ്ത പ്രതികൾ കൗണ്ടർ ചെയ്ത് നിൽക്കുന്നതിന് വേണ്ടി തൊടുപുഴ MP ഷൗക്കത്ത് അലി ഇവിടെ വീടിന് നേരെ കല്ലെറിഞ്ഞു എന്ന ആരോപണമുണ്ടാക്കി. ഇത് ചെയ്തത് ഈ ഗ്രാമസഭയിൽ ഈ വാർഡ് സഭയിൽ ഉണ്ടായിരുന്ന വ്യക്തികൾ രാത്രി ചെയ്തു എന്ന് പറഞ്ഞവർ പരാതി കൊടുക്കുകയും അതുമായി ബന്ധപ്പെട്ട അന്വേഷണം പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ കല്ലെറിഞ്ഞതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ആ വീടിൻ്റെ 3 ഗ്ലാസുകളിലെ 3 സ്ഥലത്ത് ഉണ്ടായ ചെറിയ പൊട്ടലുകൾ അല്ലെങ്കിൽ അതിന് ദ്വാരം, അതിന് 6 കല്ലുകൾ വീടിൻ്റെ അകത്ത് വീഴുകയും ഈ ഗ്ലാസ്സിലുണ്ടായ ചെറിയ ദ്വാരങ്ങളെക്കാൾ വലിയ 3 കല്ലുകൾ വീടിൻ്റെ ഉള്ളിൽ വീഴുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് ആരും കല്ലെറിഞ്ഞതല്ല, മനഃപൂർവ്വം ആ വീട്ടിലുണ്ടായിരുന്ന ആളുകളുടെ സഹകരണത്തോടു കൂടി തന്നെ വീട്ടിലേക്ക് കല്ലെറിയുകയാണ് ചെയ്തതെന്ന് ആർക്കും ബോധ്യമാകുന്ന കാര്യമാണ്. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. വൈഡൂര്യനിധിയോ ഇവൾ കനകമലരോ പൊന്നിപ്പൂമലരോ ഇവളാരോ. KG's Jewelry, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. Celebrating 64 years of service. Lunars, Lunars down, என்றுமே comfort. Lunars, Lunars down, ரொம்ப ரொம்ப fit. புது புது ரகங்களில் மனதினை கவருது Lunars. Lunars in fashion, passion, attraction எங்கெங்கும் என் Lunars. Lunars, Lunars இது ரொம்ப ரொம்ப சூப்பர். Lunars பாதங்களுக்கும் உண்டு ஆசை. Chamakalaya Silks, the favorite silks. കാവനാൽ ലൈറ്റ് ഹൗസ് ആൻഡ് സാനിറ്ററി, പുളിമൂട്ടിൽ പൈനിയർ കോംപ്ലക്സ്, മണക്കാട് ജംഗ്ഷൻ, തൊടുപുഴ. ഇലക്ട്രിക് ഐറ്റംസ്, ഫാൻസി ലൈറ്റുകൾ, വി-ഗാർഡ് മോട്ടോർ, വാട്ടർ ടാങ്കുകൾ, സെപ്റ്റിക് ടാങ്കുകൾ, CP ടാപ്പുകൾ, സ്റ്റീൽ സിങ്കുകൾ, ടവൽ റാഡുകൾ, PVC പൈപ്പ് ആൻഡ് ഫിറ്റിംഗ്സ്, മിറർ മുതലായവയുടെ വിപുലമായ ശേഖരം. കാവനാൽ ലൈറ്റ് ഹൗസ് ആൻഡ് സാനിറ്ററി, മണക്കാട് ജംഗ്ഷൻ, തൊടുപുഴ. ഫോൺ 228863225501. എന്റെ നിക്ഷേപങ്ങൾക്ക് മികച്ച ഒരു ബാങ്ക് കണ്ടെത്തി. 40 വർഷങ്ങളുടെ പാരമ്പര്യം, വൈവിധ്യമാർന്ന നിക്ഷേപ പദ്ധതികൾ, മികച്ച പലിശ നിരക്കുകൾ. ഇന്നത്തെ ദിവസം ഓർമ്മയിൽ മായാതെ നിൽക്കാൻ ഒരു കാരണം കൂടി. IDCB, ലെറ്റ് യുവർ ഡെപ്പോസിറ്റ്സ് ഗ്രോ സേഫ്. നൂതന യന്ത്ര സംവിധാനത്തോടെയുള്ള കണ്ണുപരിശോധന. മംഗലത്ത് ഒപ്റ്റിക്കൽസ്, പുളിമൂട്ടിൽ പ്ലാസ, പാലാ റോഡ്, തൊടുപുഴ. കുരുവിത്തടം ഏജൻസീസ് TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, മിക്സി, ഓവൻ, ഗ്രൈൻഡർ, AC, അയൺ ബോക്സ്, ഫാൻ തുടങ്ങി വിവിധങ്ങളായ ഗൃഹോപകരണങ്ങളുടെ അമൂല്യ ശേഖരവുമായി കുരുവിത്തടം ഏജൻസീസ്. സ്പെൻടെക്സ് ഡിസൈനർ ടൈൽസ്, കണിയമുഴി പാലത്തിന് സമീപം, കാഞ്ഞിരമറ്റം, തൊടുപുഴ. ഫോൺ 9497465290 9048520393. വീടുകളുടെ പോർച്ചുകൾക്കും മുറ്റത്തിനും അനുയോജ്യമായ ഡിസൈനർ ടൈലുകളുടെ വിവിധ മോഡലുകൾ. മിതമായ നിരക്കിൽ ഉത്തരവാദിത്വത്തോടുകൂടി ടൈലുകൾ വിരിച്ചു കൊടുക്കുന്നു. സ്പെൻടെക്സ് ഡിസൈനർ ടൈൽസ്, കണിയാമ്പുഴി പാലത്തിന് സമീപം, കാഞ്ഞിരമറ്റം, തൊടുപുഴ. ഫോൺ
949746 5290 9048 520393. മറ്റൊന്നും ഇല്ലാതല്ല, മറ്റേതും ഇതുപോലാവില്ല. സ്പെൻടെക്സ്. സംസ്ഥാന യൂത്ത് വോളിബോൾ ചാമ്പ്യൻഷിപ്പ് 2016 ജനുവരി 10 മുതൽ 17 വരെ മൂലമറ്റത്ത്. ഇന്റർനാഷണൽ താരങ്ങളുടെയും സംസ്ഥാന താരങ്ങളുടെയും കിടിലൻ സ്മാഷുകളുടെ പ്രതിധ്വനികൾക്കായി മൂലമറ്റം ഒരുങ്ങി. ഇടുക്കി ബഷീറും ജോൺസൺ ജേക്കബും ബ്ലസൻ ജോർജും PT തോമസും S ഗോപാലകൃഷ്ണനും പിന്നെ എല്ലാ ജോസഫുമാരും ചേർന്നൊരുക്കിയ വോളിബോൾ വിസ്മയത്തിന്റെ ഓർമ്മ പുതുക്കുവാൻ ഒരു സുവർണാവസരം കൂടി. മൂലമറ്റം ടൗണിന് സമീപം പ്രത്യേകം തയ്യാറാക്കിയ ഫ്ലഡ്ലൈറ്റ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന സംസ്ഥാന യൂത്ത് വോളിബോൾ ചാമ്പ്യൻഷിപ്പിലേക്ക് ഏവർക്കും സ്വാഗതം. ലോകോത്തര നിലവാരമുള്ള സ്മാർട്ട് ഫോൺ ശ്രേണികളുടെ ഒരു അത്ഭുത ലോകം ഇതാ നിങ്ങൾക്ക് മുൻപിൽ. ഓക്സിജൻ ദ ഡിജിറ്റൽ ഷോപ്പ്. സ്മാർട്ട് ഫോൺ, ടാബ്ലറ്റ്സ്, ലാപ്ടോപ്പ്, ഡെസ്ക്ടോപ്പ്, IP ക്യാമറ, കമ്പ്യൂട്ടർ ആക്സസറീസ് തുടങ്ങിയവയുടെ വിവിധ ബ്രാൻഡുകൾ കൂടാതെ ഉന്നത നിലവാരമുള്ള IT പ്രോഡക്റ്റുകൾ നിങ്ങൾ സ്വന്തമാക്കുന്നതിനൊപ്പം മികച്ച വിൽപ്പനാനന്തര സേവനവും ലാപ്ടോപ്പ് സർവീസും ഞങ്ങൾ നൽകുന്നു. ഓക്സിജൻ ദ ഡിജിറ്റൽ ഷോപ്പ്, തൊടുപുഴ. മദ്യ സൂപ്പർ മാർക്കറ്റിനെതിരെ സമരപ്രഖ്യാപനം കൺവെൻഷൻ നടന്നു. തൊടുപുഴയിൽ മദ്യ സൂപ്പർ മാർക്കറ്റ് തുടങ്ങുവാനുള്ള ബീവറേജസ് കോർപ്പറേഷന്റെ നീക്കത്തിനെതിരെ സമരപരിപാടികൾ ആരംഭിക്കുവാൻ മദ്യവിരുദ്ധ പ്രവർത്തകരുടെ കൺവെൻഷൻ തീരുമാനിച്ചു. കൺവെൻഷൻ സംഘടനയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ വിൻസെന്റ് മാളിയേക്കൽ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി N വിനോദ് കുമാർ, സിബി സി മാത്യു, രാജു കൊന്നനാൻ, പ്രൊഫസർ ജോയി മൈക്കിൾ എന്നിവർ പ്രസംഗിച്ചു. കൺവെൻഷനിൽ സമാന ആശയങ്ങളുടെ വിവിധ സംഘടനകളും വ്യക്തികളും പങ്കെടുത്തു. മദ്യപാനം വർദ്ധിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് മദ്യത്തിന്റെ ലഭ്യത വർദ്ധിക്കുന്നത്. മദ്യപാനം വർദ്ധിക്കുന്നതിനെ കുറിച്ച് പഠിച്ചിട്ടുള്ള ആളുകളെല്ലാം പറയുന്നു ഇത് ഇല്ലാതാക്കണമെങ്കിൽ എന്ന് മാത്രമല്ല, ഇത് നിയന്ത്രിക്കുകയെങ്കിലും ചെയ്യണമെങ്കിൽ ലഭ്യത കുറയ്ക്കുകയല്ലാതെ. അതുകൊണ്ട് മാത്രം കാര്യമായില്ല. പക്ഷേ ഒന്നാമതായിട്ട് വേണ്ടത് മദ്യത്തിന്റെ ലഭ്യത കുറയ്ക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് കഴിഞ്ഞ കുറെ കാലമായിട്ട് ഈ കേരളത്തിന്റെ ഈ ഇത്തരത്തിലുള്ള പോക്കിൽ ആശങ്കയുള്ള ആളുകളെല്ലാം ഒന്നടങ്കം ഇതിനെതിരെ ശബ്ദമുയർത്തിക്കൊണ്ടിരിക്കുന്നത്. അനവധി വർഷങ്ങളായിട്ട് ഇവിടെ മദ്യനിരോധന സമിതിയുടെ താലൂക്ക് പ്രസിഡന്റ് സഭാഷണമൊക്കെ ഉണ്ട്. അനവധി വർഷങ്ങളായിട്ട് മദ്യവിരുദ്ധ പ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരങ്ങളുടെയും പ്രക്ഷോഭങ്ങളുടെയും അത് വലിയ ആൾക്കൂട്ടമൊന്നും ആയിരുന്നില്ല ഒരിക്കലും. പക്ഷേ അവർ പറയുന്നതിലും കുറച്ച് കാര്യമുണ്ടെന്ന് ഭരിക്കുന്നവർക്കും ബോധ്യപ്പെട്ടതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് മദ്യനിരോധനം ഒരു നയമായിട്ട് അംഗീകരിക്കാനും പടിപടിയായിട്ട് ആ നയം നടപ്പാക്കാനും സർക്കാർ നിർബന്ധിതമായിട്ടുണ്ട്. അതിന്റെ പടിയായിട്ടാണ് ചാരായം നിരോധിച്ചു, ബാറുകള് കുറെ എണ്ണം നിരോധിച്ചു. ഇപ്പൊ ഏറ്റവും ഒടുവിൽ ചില പ്രത്യേകമായ സാഹചര്യത്തില് 5 സ്റ്റാറുകൾ ഒഴികെയുള്ള മുഴുവൻ ബാറുകളും നിരോധിക്കാൻ, അടച്ചുപൂട്ടാൻ സംസ്ഥാന സർക്കാർ തീരുമാനമെടുത്തു. വളരെ നല്ലത്. ആരാധന മഠം കോതമംഗലം പ്രൊവിൻസിലെ അംഗം കോടുക്കുളം തോട്ടുപാടി TK കത്തിരിക്കുട്ടി എന്ന സിസ്റ്റർ ലിസി SBS-ന്റെ സംസ്കാരം മാർഗ മഠം സെമിത്തേരിയിൽ നടത്തി. കോടുക്കുളം തോട്ടുപാട്ട് പരേതരായ ജോസഫ് ത്രേസ്യാമ്മ ദമ്പതികളുടെ മകളാണ്. പരേത കോടുക്കുളം, കാളിയാർ, പൊട്ടൻകാട്, മാറുക എന്നീ മഠങ്ങളിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. സഹോദരങ്ങൾ സിസ്റ്റർ റുഫീന SBS, അന്നക്കുട്ടി ജോർജ്, സിസ്റ്റർ പൊലിക്കാർപ്പ് SBS, ജോസ് തോട്ടുപാട്ട് കോടുക്കുളം.
മുട്ടം പോലീസ് സ്റ്റേഷൻ യാഥാർത്ഥ്യമാകുന്നു. 11 മണിക്ക് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പോലീസ് സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്യും. നിലവിൽ മുട്ടത്ത് തന്നെയാണ് പോലീസ് സ്റ്റേഷൻ പ്രവർത്തിക്കുക. പോലീസ് സ്റ്റേഷൻ കെട്ടിടത്തിനായുള്ള അവസാനഘട്ട മിനുക്കുപണികൾ നടന്നു വരികയാണ്. ഒരു സബ് ഇൻസ്പെക്ടർ, 2 അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ, 5 സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാർ, 25 സിവിൽ പോലീസ് ഓഫീസർമാർ എന്നിങ്ങനെയായിരിക്കും ജീവനക്കാരെ നിയമിക്കുക. കാഞ്ഞാർ പോലീസ് സ്റ്റേഷന്റെയും കരിങ്കുന്നം പോലീസ് സ്റ്റേഷന്റെയും തൊടുപുഴ സ്റ്റേഷന്റെയും അതിർത്തിയിലായിരിക്കും പുതിയ പോലീസ് സ്റ്റേഷൻ നിലവിൽ വരിക. മുട്ടം പോലീസ് സ്റ്റേഷൻ യാഥാർത്ഥ്യമാകുന്നതോടെ ഇത് ഇടുക്കി ജില്ലയിലെ 29ാമത് പോലീസ് സ്റ്റേഷനായിരിക്കും. മുട്ടം പഞ്ചായത്തിന് പുറമെ ആലക്കോട് പഞ്ചായത്തിലെ 7, 8, 9, 10 വാർഡുകളിലും ഇടവെട്ടി പഞ്ചായത്തിലെ 7, 8 വാർഡുകളിലും കരിങ്കുന്നം പഞ്ചായത്തിലെ 3, 4, 5, 6 വാർഡുകളിലും കുടയത്തൂർ പഞ്ചായത്തിലെ 12, 13 വാർഡുകളും ചേർന്നതാണ് പോലീസ് സ്റ്റേഷന്റെ പരിധി. ഒരിടവേള കൂടി. ഇത് ബനാറസ്, ലോകത്തിലെ ഏറ്റവും പുരാതന നഗരങ്ങളിലൊന്ന്. ഈ നഗരത്തിലാണ് ലോകത്തെ വിസ്മയിപ്പിച്ച ഒരു വിപ്ലവം പിറവിയെടുത്തത്. ബനാറസി സിൽക്ക് എന്ന പട്ടിലെ വിപ്ലവം. പട്ടിന്റെ ഈ നഗരത്തെ മലയാളിക്ക് പരിചയപ്പെടുത്തുന്നു കല്യാൺ സിൽക്സ്. ബനാറസ് ഉത്സവ് എന്ന പട്ടിലെ മഹോത്സവത്തിലൂടെ. Banaras Utsav by Kalyan Silks. Pulimutil Silks, Kottayam, Thodupuzha, Thrissur. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആഘോഷിക്കുന്നു 22 സുവർണ വർഷങ്ങൾ നിങ്ങൾക്കൊപ്പം. ഓരോ 30,000 രൂപയുടെ പർച്ചേസിനുമൊപ്പം സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ നേടൂ സ്വർണ്ണ നാണയങ്ങൾ. ആഴ്ചതോറും നറുക്കെടുപ്പിലൂടെ ഗോൾഡ് ബാറുകൾ സമ്മാനം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സെലിബ്രേറ്റ് ദ ബ്യൂട്ടി ഓഫ് ലൈഫ്. പട്ടിന്റെ കയ്യൊപ്പ് സിൻസ് 1924. പുളിമുട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ, കൊല്ലം. പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യം തൊടുപുഴയ്ക്കേകിയ റോയൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. എ കംപ്ലീറ്റ് ഫാമിലി ഷോപ്പ്. RAK, കോളൽ, ലുമിനാർക്ക്, ഭാരത്, ഒയാസിസ്, ലാവോപ്ല, സെർവൽ തുടങ്ങിയ കമ്പനികളുടെ ക്രോക്കറി ഐറ്റംസ്, യറ, ഓഷിൻ, ബെറോസിൽ, ക്രിസ്റ്റൽ, ഡിയാക്വിൻസ്, ലക്കീം, ലാഗർ തുടങ്ങിയ കമ്പനികളുടെ ഗ്ലാസ് വെയർ ഐറ്റംസ്, ഓക്കെ, പ്രസ്റ്റീജ്, നോൾട്ട, നിരാലി, ലുക്കുക്ക് തുടങ്ങിയ കമ്പനികളുടെ നോൺ സ്റ്റിക് ഐറ്റംസ്, ഗ്യാസ് സ്റ്റൗസ്, ചിമ്മിനി സ്റ്റൗസ്, മൈക്രോവേവ് ഓവൻ, ഇൻഡക്ഷൻ കുക്കർ തുടങ്ങി നിരവധി ഐറ്റംസ്. ഗിഫ്റ്റുകൾക്കായി മാത്രം പ്രത്യേക വിഭാഗം. തൊടുപുഴയിലെ ഏറ്റവും വലിയ ടോയ്സ് ഷോറൂം. ബ്രാസ്, സ്റ്റീൽ, അലൂമിനിയം, പ്ലാസ്റ്റിക് ഐറ്റംസ്. റോയൽ, ദ കംപ്ലീറ്റ് ഫാമിലി ഷോപ്പ് നിയർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, തൊടുപുഴ. സിറ്റി ടൈംസ് ആൻഡ് മൊബൈൽ ഹൗസ്. ടൈറ്റാൻ, ഫാസ്റ്റ് ട്രാക്ക്, സൊനാറ്റ, ടൈമാക്സ്, Q&Q, സൂപ്പ് തുടങ്ങിയ ഇന്ത്യൻ നിർമ്മിത വാച്ചുകൾക്കൊപ്പം നിങ്ങൾക്ക് പ്രിയപ്പെട്ട വിദേശ നിർമ്മിത വാച്ചുകളായ കാസിയോ, സിറ്റിസൺ, സീക്കോ, ടിസോത്ത്, പോലീസ്, റാഡോ, ഫോസിൽ, ഈസ്പിരിറ്റ്, ഡീസൽ, വെസ്റ്റാർ, സിസ്റ്റാർ തുടങ്ങിയ ഏറ്റവും പുതിയ മോഡലുകൾ. എല്ലാവിധ വാൾ ക്ലോക്കുകളുടെയും വൻ കളക്ഷൻ. വിവിധ കമ്പനികളുടെ മൊബൈൽ ഫോണുകൾ കൂടാതെ ടൈം പീസ്, കാൽക്കുലേറ്റർ, ക്യാമറ, പെർഫ്യൂംസ് ആൻഡ് കോസ്മെറ്റിക്സ്, ഡ്യൂട്ടി പെയ്ഡ് ഐറ്റംസ്, ലാൻഡ് ഫോൺസ് ആൻഡ് ബ്രാൻഡഡ് സൺഗ്ലാസസ്. 30 വർഷത്തെ സേവന പാരമ്പര്യവുമായി ജില്ലയിലെ ഏറ്റവും വലിയ ഷോറൂം സിറ്റി ടൈംസ് ആൻഡ് മൊബൈൽ ഹൗസ്, ജ്യോതി ബസാർ. 60 വർഷത്തെ വിശ്വസ്ത സേവന പാരമ്പര്യവുമായി കെ പുരുഷോത്തമൻ ആൻഡ് സൺസ് ഗോൾഡൻ ജുവലറി, ടെലിഫോൺ എക്സ്ചേഞ്ച് ജംഗ്ഷൻ, തൊടുപുഴ. 916 സ്വർണ്ണാഭരണങ്ങളുടെ കമനീയമായ ശേഖരം. വ്യാപാരത്തിലെ കുലീനതയും വിശുദ്ധിയും ഇടപാടുകളിലെ സത്യസന്ധതയും സ്നേഹോഷ്മളമായ സേവന സന്നദ്ധതയും ഞങ്ങളുടെ മുഖമുദ്ര. ജന്മനക്ഷത്രക്കല്ലുകൾ കമ്പ്യൂട്ടറിൽ സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെ തിരഞ്ഞെടുക്കുവാൻ കെ പുരുഷോത്തമൻ ആൻഡ് സൺസ് ഗോൾഡൻ ജുവലറി, ടെലിഫോൺ എക്സ്ചേഞ്ച് ജംഗ്ഷൻ, തൊടുപുഴ. ആരോക്കിനാവിൻ
മോഹജാലകം താനെ തിരയുന്ന നേരമിന്നിതാ ചാരേ തളിരണിയും ഏതോ സുരഭിലയാമം. വിശ്വാസം മാത്രമല്ല അടയാളവും. BAS ഹാൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ. പറയഞ്ചാലിൽ ജ്വല്ലേഴ്സ്, ജ്യോതി ബസാർ, തൊടുപുഴ. ഫോൺ 222401. ഗൃഹോപകരണ നിർമ്മാണ രംഗത്ത് മോഡേൺ ഫർണിച്ചറുകളുമായി കടന്നുവന്ന് തൊടുപുഴയുടെ ഹൃദയം കീഴടക്കിയ പാണംകാട് ഏജൻസീസിന്റെ സഹോദര സ്ഥാപനം പാണംകാട് ഫർണിച്ചർ വേൾഡ്. PS സുഹാരി കമ്പനികളുടെ സോഫ സെറ്റുകൾ, എക്സിക്യൂട്ടീവ് ചെയേഴ്സ്, കമ്പ്യൂട്ടർ ടേബിളുകൾ, ബെഡ്റൂം സെറ്റുകൾ, ഓഫീസ് ഫർണിച്ചറുകൾ, ഗുഡ്വിൽ സ്റ്റീൽ അലമാരകൾ, ഗ്ലാസ് ടേബിളുകൾ, ഈട്ടിയിലും തേക്കിലും നിർമ്മിച്ച സെറ്റുകൾ, ഡൈനിങ് ടേബിളുകൾ, സ്പ്രിംഗ് ബെഡുകൾ, പ്ലാസ്റ്റിക് കസേരകൾ തുടങ്ങി ഫർണിച്ചറുകളുടെ വിപുലവും വിശാലവുമായ ഷോറൂം. പാണംകാട് ഏജൻസീസ് ആൻഡ് പാണംകാട് ഫർണിച്ചർ വേൾഡ്, നിയർ KSRTC ബസ് സ്റ്റേഷൻ, തൊടുപുഴ. ബയോഗ്യാസ് വികസന പദ്ധതി പ്രകാരം ബയോനിർമ്മാൺ തൊടുപുഴ നിർമ്മിക്കുന്ന പ്ലാന്റുകൾക്ക് ഗവൺമെന്റ് സബ്സിഡിയായി 9,000 രൂപയും പോർട്ടബിൾ ബയോഗ്യാസ് പ്ലാന്റുകൾക്ക് 8,000 രൂപയും ലഭ്യമാക്കുന്നു. ബയോനിർമ്മാൺ, ന്യൂമാൻ കോളേജ് റോഡ്, തൊടുപുഴ. ഫോൺ 944722 792 9895423129 04862224248. വാർത്തകൾ തുടരുന്നു. സയൻ പബ്ലിക് സ്കൂളിലെ അധ്യാപക ദ്രോഹത്തിനെതിരെ അധ്യാപകരുടെയും ജനകീയ പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ ഏകദിന ഉപവാസം നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സ്വരാജ് സയൻ പബ്ലിക് സ്കൂളിലെ മലയാളം അധ്യാപികയുടെ ശമ്പളം വെട്ടിക്കുറച്ചതിനും പ്രൈമറി അധ്യാപികയായി തരം താഴ്ത്തുകയും ചെയ്ത നടപടിയിൽ പ്രതിഷേധിച്ച് KUSTO നേതൃത്വത്തിൽ 11 രാവിലെ 9 മുതൽ സയൻസ് സ്കൂളിന് മുമ്പിൽ അധ്യാപകരുടെയും ജനകീയ പ്രവർത്തകരുടെയും ഉപവാസവും വൈകിട്ട് 5 മണിക്ക് ലബക്കട ജംഗ്ഷനിൽ പ്രതിഷേധ സമ്മേളനവും നടക്കും. 7 വർഷവും ആത്മാർത്ഥമായിട്ട് ഞാൻ ആ സ്ഥാപനത്തിന് വേണ്ടി ജോലി ചെയ്തു. പക്ഷേ കഴിഞ്ഞ വർഷം എനിക്ക് 14,200 രൂപ ആദ്യം സാലറി ഇട്ടു. പിന്നീട് അത് കുറഞ്ഞ് 12,200 വരെ സാലറി പോയി. അതിനെക്കുറിച്ച് കണക്ക് ചോദിക്കുമ്പോൾ യാതൊരു കണക്കും പൂർണ്ണമായിട്ട് പറയാൻ മാനേജ്മെന്റ് തയ്യാറാവുന്നില്ല. ഒപ്പം ഈ സാലറിയിൽ 6,000 രൂപ വെച്ച് ഞാൻ കൃത്യമായിട്ട് മാസം തിരിച്ചു കൊടുക്കണം. കേന്ദ്ര മാനവ വിഭവശേഷ വകുപ്പ് മന്ത്രിയിൽ നിന്നും അധ്യാപക മികവിന് പുരസ്കാരം ലഭിച്ചിട്ടുള്ള ടീച്ചറുടെ വെട്ടിക്കുറച്ച ശമ്പളവും ഗ്രേഡ് പുനഃസ്ഥാപിക്കണമെന്നും അൺഎയ്ഡഡ് മേഖലയിൽ നിലനിൽക്കുന്ന ചൂഷണം അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് സമരം നടത്തുന്നത്. കേരള അൺഎയ്ഡഡ് സ്കൂൾ ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന സെക്രട്ടറി വിദ്യ ആർ ശേഖർ, ഇടുക്കി ജില്ലാ സെക്രട്ടറി സിജു രാജാക്കാട്, കട്ടപ്പന സ്വരാജ് സയൻസ് സ്കൂളിലെ ഹൈസ്കൂൾ അധ്യാപിക സന്ധ്യ വി നായർ, ജനകീയ പ്രതിരോധ സമിതി ഇടുക്കി ജില്ലാ സെക്രട്ടറി CBC മാത്യു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. നിർധന കുടുംബത്തിന് കൈത്താങ്ങാകുവാൻ പോലീസ്, കുടുംബശ്രീ പ്രവർത്തകരും. ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന നിർധന കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകി ഇടുക്കി ജില്ലാ പോലീസ് സഹകരണ സംഘം മാതൃകയാകുന്നു. പോലീസ് സേനയ്ക്ക് ആകെ അഭിമാനമുയർത്തുന്ന ഈ പ്രവർത്തനം ഇടവെട്ടിച്ചിറ പഞ്ചായത്ത് 1-ാം വാർഡിലെ കുടുംബശ്രീ പ്രവർത്തകരുമായി കൈകോർത്താണ് നടപ്പിലാക്കുന്നതെന്ന് ഇടവെട്ടി പഞ്ചായത്ത് വാർഡ് മെമ്പർ TM മുജീബ് പറഞ്ഞു. ഈ സാഹചര്യത്തിൽ അടുത്ത 5 വർഷക്കാലത്തേക്ക് പഞ്ചായത്തെല്ലാം IAY ഭവന പദ്ധതികളടക്കമുള്ള ഗവൺമെൻറ്റിൻ്റെ ഭവന പദ്ധതികളിലേക്ക് ഉപഭോക്താക്കളെ തിരഞ്ഞെടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇനിയും ഈ 2-3 വർഷക്കാലത്തിനുള്ളിൽ പുതിയതായി ഒരു ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തുവാനും പഞ്ചായത്തിന് കഴിയില്ലാത്ത സാഹചര്യത്തിലാണ് ഇടുക്കി ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ സഹകരണ സംഘത്തിൻ്റെ സഹായത്തോടു കൂടി ഈ ഇടവെട്ടിച്ചിറ വാർഡിലെ കുടുംബശ്രീ പ്രവർത്തകർ നല്ല രീതിയിൽ നിർമ്മിച്ചു നൽകുവാൻ തീരുമാനിച്ചിട്ടുള്ളത്. 250 മീറ്ററോളം ദൂരത്തിൽ കാൽനടയായി ഈ കുത്തനെയുള്ള കയറ്റം കയറാം ഓരോ സാധന സാമഗ്രികളും വെള്ളം ഉൾപ്പെടെ എത്തിക്കുന്നത്. അത് ഈ ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെ സമീപ പ്രദേശത്തുള്ള വിവിധ കോളേജുകളിലെ SS യൂണിറ്റുകൾ, അതുപോലെ തൊടുപുഴ ന്യൂമാൻ കോളേജിലെ NC കേഡറ്റുകൾ, അതുപോലെ ഇവിടെ കുടുംബശ്രീ പ്രവർത്തകർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, ഈ വാർഡിലെ സന്നദ്ധ സംഘടനകൾ എന്നിവരുടെ സഹായത്തോടു കൂടി ഈ വീട് നിർമ്മിച്ചു കൊടുക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഫെബ്രുവരി മാസത്തിൽ ഇതിൻ്റെ പ്രവർത്തനം ആരംഭിച്ച് വളരെ വേഗതയിൽ അടച്ച ഒരു വീട് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇടവെട്ടി വാർഡിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും സഹകരണത്തോടു കൂടി ഈ കഴിഞ്ഞ മാസം ഇടവെട്ടി വനം മാലിന്യ വിമുക്തമാക്കിയ പദ്ധതി നടപ്പിലാക്കിയതുപോലെ തന്നെ ആ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഈ വീടും നിർമ്മിച്ചു നൽകുവാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പറയഞ്ചാലിൽ ജുവല്ലേഴ്സ്, ജ്യോതി ബസാർ, തൊടുപുഴ.
സ്വർണം ഗ്രാമിന് 2440 രൂപ, വെള്ളി ഗ്രാമിന് 40 രൂപ. ഇനി റബ്ബർ വില നിലവാരം. റബ്ബർ RSS 4 കിലോഗ്രാമിന് 100 രൂപ, റബ്ബർ RSS 5 കിലോഗ്രാമിന് 97 രൂപ. ഇന്നത്തെ താപനില. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 22 ഡിഗ്രി സെൽഷ്യസ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജനസമ്പർക്ക പരിപാടിയുടെ ഭാഗമായി തൊടുപുഴ താലൂക്കിൽ അപേക്ഷ നൽകിയ 538 പേർക്കുള്ള ചികിത്സാ ധനസഹായം ജലവിഭവ വകുപ്പ് മന്ത്രി PJ ജോസഫ് വിതരണം ചെയ്തു. മുട്ടം പോലീസ് സ്റ്റേഷൻ യാഥാർത്ഥ്യമാകുന്നു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പോലീസ് സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്യും. മുതലക്കുളം ജയ്ഹിന്ദ് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ നിറവ് 2016 പരിപാടിയുടെ സാംസ്കാരിക ഘോഷയാത്ര നടന്നു. തൊടുപുഴ സർക്കിൾ ഇൻസ്പെക്ടർ ജിൽസൺ ജോസഫ് ഫ്ളാഗ് ഓഫ് ചെയ്തു. കേരള പോലീസ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ കമ്മിറ്റി യൂണിറ്റ് യോഗവും കുടുംബ സഹായനിധി വിതരണവും നടന്നു. അഡ്വക്കേറ്റ് ജോയിസ് ജോർജ് MP ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.